ഈ ഹരിതയ്ക്ക് ഈ അടുത്തിടെ ഒരു പണി കിട്ടിയിട്ട് അത് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരുന്നു. വെള്ളത്തിൽ ചാടി റബേക്കയുടെ കല്യാണത്തിന് പോയി വെള്ളത്തിൽ റബേക്കയ്ക്ക് അന്നാണ് മനസ്സിലായത് കുറെ കാലമായിട്ട് വെള്ളം തൊട്ടിട്ടില്ല. ഇതിപ്പോ കിട്ടിയല്ലേ? ഇപ്പല്ല, ഞാൻ ഹരിതയാണ് വരണേന്ന് പറഞ്ഞപ്പോ തന്നെ എന്റെ മനസ്സിൽ കുറിച്ചിട്ട ചോദ്യമാണ്. കാരണം വെള്ളത്തിൽ ഒരാൾ വെറുതെ തള്ളിയിടാൻ പറ്റില്ലല്ലോ. ഒന്നേ നിങ്ങൾ അവിടെ എന്തെങ്കിലും കുസൃതി കാണിച്ചു നമുക്ക് മനസ്സിലാവും. ആ വെള്ളത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് അവളിങ്ങനെ നിൽക്കുന്നുണ്ട്, വെള്ളം എന്റെ മേത്തായോ, ആ ഒരു ഫീൽ ആയിരുന്നു. ഇല്ല, വർഷങ്ങളായി ഞാൻ കാത്തു സൂക്ഷിച്ച പോടാ. അല്ല, സംഭവം ശരിയാണ്. ഞാൻ വെള്ളം കണ്ടിട്ടില്ല എന്നുള്ളതല്ല, അത് റബിന്റെ കല്യാണത്തിന്റെ ഒന്നായിരുന്നു. ഞങ്ങള് ആർട്ടിസ്റ്റുകളെല്ലാരും കൂടെ നിൽക്കാണ്. അപ്പൊ അവള് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പൊ അതിന്റെ ഇതില് സംഭവിച്ചു പോയതാണ്. എക്സൈറ്റ്മെന്റില് ഹരിതേനെ അങ്ങ് വെള്ളത്തിൽ ഉന്തി വിടാൻ തോന്നി. എല്ലാരും കൂടെ ഭയങ്കര ഫണ്ണായിട്ടൊക്കെയാണ്. അപ്പൊ ഇവര് പ്ലാൻഡ് ആയിരുന്നു, പ്രതീക്ഷയൊക്കെ പ്ലാൻഡ് ആയിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചത്, അവൾ എന്നോട് പറഞ്ഞാൽ നമുക്ക് വെള്ളത്തിൽ വീഴുന്ന പോലെ പോസ് ചെയ്യാന്നൊക്കെ. ഞാൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഫോണൊക്കെ മാറ്റി വെച്ച് ഞാൻ റെഡി ആയിട്ട് നിന്നു. പക്ഷെ വെള്ളത്തിൽ വീണിട്ട് ഇപ്പൊ പറഞ്ഞ ശരിയാന്ന് പറഞ്ഞാൽ ഞാൻ എഴുന്നേറ്റ് ഓക്കെ. അപ്പൊ ഞാൻ വെള്ളത്തിൽ പോയി, ഞാൻ വെള്ളത്തിലാണ്. പിന്നെ ഞാൻ നോക്കുമ്പോ പുറകില് മുഴുവനും മീഡിയ ക്യാമറയൊക്കെ ഇങ്ങനെ നിൽക്കുക. അപ്പൊ എനിക്ക് അങ്ങോട്ട് തിരിയരുത് എന്നുണ്ട്. ഞാൻ അവിടെ നിന്നിട്ട് കുറച്ചു നേരം ഇങ്ങനെ ബ്ലാക്ക് ഔട്ട് ആയിട്ട് നിന്നു. പിന്നെ ഏട്ടൻ ശ്രീജിത്തേട്ടനും റബ്ബും എല്ലാരും വന്ന്. അത് ശരി. അപ്പൊ അങ്ങനെ നിങ്ങള് അവര് പ്ലാൻ ചെയ്ത ഒരു വെള്ളത്തിൽ ചാട്ടം വരുന്നത്, പക്ഷെ കുട്ടി പ്രതീക്ഷിച്ചില്ല. പക്ഷെ മീഡിയയിൽ അത് വൈറലായി. ശരി, അപ്പോൾ ഇതൊക്കെയാണ് ഇൻസിഡന്റ്. ഇനി ഞാൻ നിങ്ങൾക്കോട്, അതായത് സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ എന്നുള്ളൊരു സെഗ്മെന്റിലാണ് നമ്മൾ ഇനി കടന്നു പോകാൻ പോകുന്നത്. അപ്പോൾ സത്യസന്ധമായിട്ടുള്ള ആൻസേഴ്സ് ആലോചിക്കാതെ വളരെ പെട്ടെന്ന് റാപ്പിഡ് ഫയർ പോലെ നിങ്ങൾ പറഞ്ഞു പോകണം. ഞാനൊരു 5 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നിങ്ങളോട് ചോദിക്കും. ഡെയിലി എത്ര ഐ ലവ് യു മെസ്സേജസ് വരാറുണ്ട്? ഒരുപാടുണ്ടല്ലോ. നിന്റെ കാര്യമല്ല പറഞ്ഞത്, എന്നോടാണ് ചോദ്യം. നിനക്ക് തരാം, അവസരം തരാം. എത്ര മെസ്സേജ് വരാറുണ്ട്? റാൻഡംലി ഒരു കൗണ്ട് പറയൂ. ഇപ്പൊ അങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ വരല് വളരെ കുറവാണ്. അപ്പൊ ഇപ്പൊ ഗേൾ ഫ്രണ്ട് ഒരു ദിവസം എത്ര ഐ ലവ് യു മെസ്സേജ് അയക്കും? അത് ഞങ്ങളുടെ മൂഡ് പോലെ ഇരിക്കും. മൂഡ് പോലെ നിങ്ങൾ നല്ല മൂഡിലാണ് എത്ര മെസ്സേജ് അയക്കും? ഞങ്ങൾ അത് മെസ്സേജ് അല്ല, നമ്മൾ നേരിട്ട് വിളിച്ച് പറയും ഐ ലവ് യു ഡാ. ഇനി ബാച്ചിലർ ലൈഫിനോടാണോ ഫാമിലി ലൈഫിനോടാണോ ഇഷ്ടം? ബാച്ചിലറാണ് ഇപ്പോഴും ഇഷ്ടം. ബാച്ചിലറാണ് ഇഷ്ടം. പിന്നെ കല്യാണം കഴിച്ചല്ലേ പറ്റൂ എന്ന് വിചാരിച്ച് കല്യാണം കഴിക്കുന്നു. ഇപ്പൊ ഞങ്ങളാണെങ്കിലും ഞങ്ങളിപ്പോ ഭയങ്കര ഫ്രീ ആണ്. കാരണം ഞങ്ങള് ഇപ്പോഴും ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുവാണ്. മറ്റേത് കുറച്ചുകൂടി റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. ഇനി പുറത്ത് പറയാൻ കൊള്ളാത്തൊരു സ്വഭാവ ദൂഷ്യം ഒരുപാടുണ്ടല്ലോ. അതെങ്ങനെ നിനക്കറിയാം? പുറത്ത് പറയാൻ പാടില്ലാത്തതാ പറഞ്ഞത്. അല്ല, എന്തായാലും ഉണ്ടാവുന്ന ഉറപ്പാണ്. അതെങ്ങനെ നിനക്ക് ഉറപ്പ്? കയ്യിലിരിപ്പ് ശരിയല്ല. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? ഹരിതയുടെ ഇതേ ക്വസ്റ്റ്യൻ വേറെ ഉണ്ട്. പറ, സത്യം മാത്രമേ ബോധിപ്പിക്കുള്ളൂ. പുറത്ത് പറയാൻ കൊള്ളാത്ത സ്വഭാവ ദൂഷ്യം. പക്ഷെ ഇപ്പൊ അത് പുറത്ത് പറയാം. ഇന്ന് പുറത്ത് പറയാം. അടിക്കണം തോന്നിയാലും വല്ലപ്പോ അടിക്കുന്നല്ലാതെ പ്രത്യേകിച്ച് ട്രെയിനിങ് തുടങ്ങിയപ്പോ ഇല്ല. ഇപ്പൊ നമ്മുടെ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല, എന്റെ ഫ്രണ്ട്സിനോട് ചോദിക്കില്ല. അതാണ് റോക്കി വേഴ്സസ് പുഷ്പ. ഇതിൽ ഏത് ക്യാരക്ടർ റേജിന് റോക്കി ഐ ആം എ റോക്കി ഫാൻ. KGF ഫസ്റ്റ് സിനിമ ഒരു വർഷം. വൈ റോക്കി? ആദ്യം തിയേറ്ററിൽ പോയി കണ്ട പടം ഞാൻ. അതായത് KGF ആ സമയത്ത് തിയേറ്ററിലൊന്നും അധികം ആരും പോയി കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ഇതേപോലെ ഒരു പടം ഇറങ്ങി. അന്ന് ബാഹുബലിയൊക്കെ ഭയങ്കര സംഭവമായി നിൽക്കുന്ന സമയം. അന്ന് ചെന്നപ്പോ എനിക്ക് ബാഹുബലിക്ക് അതിനോട് ടിക്കറ്റ് കിട്ടിയില്ല. അങ്ങനെ ഞാൻ KGF കാണാന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കയറിയതാ. പക്ഷെ കണ്ട് ഇറങ്ങിയപ്പോണ്ടല്ലോ, അപ്പൊ തൊട്ട് ഞാൻ ഫാനായി കഴിഞ്ഞു. എന്നിട്ട് ഞാനതൊരു തിയേറ്ററിൽ തന്നെ 2 പ്രാവശ്യം പോയി കണ്ടിട്ടുണ്ട്. ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സെക്കൻഡ് പാർട്ട് ഇറങ്ങിയത് തീർച്ചയായും. മറ്റതിൽ പക്ഷെ നല്ല പുഷ്പയുടെ ക്യാരക്ടറിന് പക്ഷെ നല്ല റെമ്യൂണറേഷൻ തരും. 10 കോടി തരും. ഒന്നും വേണ്ട, എനിക്ക് മാസമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല. ഒന്നും വേണ്ട. അത്രയും മാസമാണ്. അപ്പൊ മാസ പടം വേഗം ചെയ്യാൻ പറ്റും. ഈ ആക്ഷൻ പടങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. ഇനി അടുത്തത് ഹരിതയോടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് കള്ളം പറയാറുണ്ടോ? യെസ്. ഡെയിലി കുളിക്കാറുണ്ടോ? അതൊക്കെ ക്വസ്റ്റ്യൻ ആരുണ്ടാക്കിയേ? ഡെയിലി കുളിക്കാറുണ്ടോ? ഉണ്ട്. സത്യം ഉണ്ട്. ഇന്ന് കുളിച്ചാ? തല നനച്ച് കുളിച്ചോ? പക്ഷെ ഇന്നലെ ഞങ്ങള് കുളി എന്ന് ഉദ്ദേശിക്കുന്നത് തലയൊക്കെ നനച്ച് മുഖവേല കഴിയാതാണ്. ഓക്കെ, അപ്പൊ കള്ളവും പറഞ്ഞു. മനസ്സിലായി. അപ്പൊ കുളിക്കാറില്ല. ഇനി സ്വന്തം സൗന്ദര്യം ആരുമായാണ് കമ്പയർ ചെയ്യുന്നത്? ഇല്ല, നമുക്ക് കാണുമ്പം ഇഷ്ടമുള്ള കുറെ സംഭവങ്ങൾ എടുക്കും എന്നല്ലാതെ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ അങ്ങനെ വേണമെങ്കിൽ എന്നെ കമ്പയർ ചെയ്തോളൂ അല്ലേ?
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻസ്റ്റാഗ്രാം റീൽസ് ഡെയിലി എത്ര എണ്ണം വെച്ച് ചെയ്യും? അധികം ചെയ്യാറില്ല സത്യമായിട്ടും. ചെയ്യാറില്ല. ഇല്ല ഒരെണ്ണം ചെയ്തിട്ടില്ല എന്നല്ല, പക്ഷെ അങ്ങനെ ഡെയിലി അഡിക്ഷൻ ആയിട്ടൊന്നും ചെയ്യാറില്ല. അത് തന്നെ ചെയ്യുമ്പോൾ ഒരുമിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കും. സ്റ്റോക്ക് ചെയ്ത് നമ്മള് episode സെറ്റിൽ വിളിക്കുന്ന തന്നെ പോലെ. ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ആ ഒരു സ്പോട്ടിലൊക്കെ നമുക്ക് ചെയ്യാം. അങ്ങനെ പറഞ്ഞാൽ വല്ലപ്പോഴും ചെയ്യുന്നതാണ്. ഓ അത്രേ ഉള്ളൂ. ഇനി ആരായിരുന്നു ആദ്യ പ്രണയം? എങ്ങനെ? ഇതിനെങ്കിലും ഒരു സത്യസന്ധമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് അല്ലാത്ത ഞാൻ ആദ്യം പറഞ്ഞല്ലോ കള്ളം പറയുന്നു. അത് ഓക്കെ, പക്ഷെ ഇതിനെങ്കിലും സത്യസന്ധമായിട്ട് പറയൂ. ഞാനൊരു കാര്യം പറഞ്ഞാൽ ഞാൻ അത് ഫോളോ ചെയ്യും. ഞാൻ അത് ഫോളോ ചെയ്താണ് ഇത്രയും നേരം ആൻസർ ചെയ്തത്. എന്നാലും ആരായിരുന്നു ആദ്യ പ്രണയം? എവിടെ വെച്ച്? അല്ലെങ്കിൽ ആരായിരുന്നു അല്ല, എവിടെ വെച്ചായിരുന്നു? അങ്ങനെ എനിക്ക് ദുഃഖത്തോട് പറയട്ടെ, എനിക്ക് പ്രണയം ഉണ്ടായില്ല. ഞാൻ റിലേഷൻഷിപ്പിലൊന്നും ആയിട്ടില്ല ഇതുവരെ. പക്ഷെ ഒരുപാട് ക്രഷും കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതാരാന്ന് ചോദിക്കണ്ട. പക്ഷെ നല്ല ഡീപ്പ് ക്രഷ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ലവിന്റെ കാര്യത്തിൽ 10ാം ക്ലാസ്സിലൊന്നും ഒന്നുമില്ല. നഴ്സിംഗിന് പഠിക്കുമ്പോ ഇല്ല. +2 ഇല്ല. ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം എനിക്കെപ്പോഴും റൈറ്റ് പേഴ്സൺ അറ്റ് റോങ് ടൈം ആണ്. പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കറിയാം നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കുമെന്ന്. ഞാൻ ഭയങ്കര പ്രിപ്പയർഡ്. ഫുള്ള് കള്ളം പറഞ്ഞല്ലോ ഇവിടെ കേട്ടോ. സത്യം ഇനി സത്യം പറയാറുണ്ടോ? വല്ലപ്പോഴും അല്ല പറയാറുണ്ട്. വല്ലപ്പോഴും സത്യം. ഈ റേജ് ക്വസ്റ്റ്യൻ ഇല്ലാത്തൊരു കാര്യമാണ്. ഈ റേജൻ ഇതുപോലെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തോണ്ടിക്കൊണ്ടിരിക്കുമല്ലോ, ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ റേജിനോട് നല്ലൊരു അടി കൊടുക്കാൻ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എനിക്ക് എപ്പോഴെങ്കിലും ഹൊറിബിൾ ഇറിറ്റേഷൻ ആണ്. പക്ഷെ ഒരു അടി കൊടുക്കാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഏത് കൊടുക്കുന്നു എന്നാ ഇപ്പൊ ഒരു അടി കൊടുത്തോളൂ. തിരിച്ചടിക്കില്ല എന്ന് ഉറപ്പുണ്ടോ? തിരിച്ചടിക്കില്ല എന്ന് ഉറപ്പ് പറ. റെഡി 1 2 and 3